അലർജി ഉള്ള ആളുകൾ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഇല്ല. അലർജി ഉള്ള ആളുകൾ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ ഒരു മരുന്നാണ്. എങ്ങനെയാണെന്നല്ലേ? പ്രത്യേകിച്ച് പേശികൾക്ക് പ്രതിരോധം നൽകുന്ന വ്യായാമങ്ങൾ, ഡംബൽ എക്സസൈസസ്, റെസിസ്റ്റൻസ് ബാൻഡ്സ് യൂസ് ചെയ്തിട്ടുള്ള എക്സസൈസുകൾ, പുഷപ്പ്, സ്ക്വാറ്റ്സ് തുടങ്ങിയ എക്സസൈസുകൾ അലർജി ഉള്ള ആളുകൾക്ക് വളരെ നല്ലതാണ്. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. പ്രത്യേകിച്ച് അലർജിയും ആസ്മയും ഉള്ള ആളുകൾക്ക് കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അവരുടെ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി കുറഞ്ഞു പോകുക എന്നുള്ളത്. അപ്പം ഇത്തരം എക്സസൈസ് ചെയ്യുന്നതിലൂടെ ആ ഒരു കാര്യം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ വ്യായാമങ്ങൾ ചെയ്യുന്നതിലൂടെ ശരീരത്തിന് നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി നന്നായിട്ട് കൂടുന്നു. അതുകൊണ്ട് തന്നെ ഒരു അലർജൻസ് വന്നാലും അതിനെ പ്രോപ്പറായിട്ട് പ്രതിരോധിക്കാൻ നല്ല രീതിയിൽ ശരീരം സജ്ജമാവുകയാണ് അവിടെ ചെയ്യുന്നത്. ഇങ്ങനെ വ്യായാമം ചെയ്യുന്നതിലൂടെ മൂക്കിലുള്ള കഫം നീക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിന് തന്നെ സ്വാഭാവികമായിട്ടൊരു കഴിവുണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ മൂക്കിലൂടെ നന്നായിട്ട് ശ്വാസം എടുക്കാനും നല്ല രീതിയിൽ ഉറക്കം കിട്ടാനും അത് സഹായിക്കുന്നുണ്ട്. പിന്നെ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുന്നതിലൂടെ കൊഴുപ്പ് നല്ല രീതിയിൽ കുറയുന്നതോടൊപ്പം തന്നെ ശരീരത്തിലുള്ള നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ ഒക്കെ നല്ല രീതിയിൽ കുറയുന്നു. ഇതൊക്കെ അലർജി കുറയ്ക്കാൻ നല്ല രീതിയിൽ സഹായിക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സസൈസ് ചെയ്യുന്ന ആളുകളിൽ ഈ അലർജി അല്ലാതെ വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു എക്സസൈസ് ചെയ്യുക. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ നന്നായിട്ട് മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എക്സസൈസ് ചെയ്യുന്ന അന്തരീക്ഷം എന്തായാലും വൃത്തിയുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പൊടിപടലങ്ങളോ അതുപോലെ പൂക്കളോ അങ്ങനെ പൂക്കളിൽ നിന്ന് ഈ പൂമ്പൊടികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇതൊക്കെ അലർജിയെ ട്രിഗർ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നല്ല രീതിയിൽ ഉറപ്പുവരുത്തുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിൽ ഈ എക്സസൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അലർജിക്ക് നല്ല രീതിയിൽ കുറവുണ്ടാവും.